പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്, നിങ്ങൾ നോക്കൂ, ഈ ഫേസ്ബുക്കിലെ ന്യൂസ് ഫീഡ്സ് തനിയെ പോകുന്നതാണ് കേട്ടോ. ഇത് ഞാൻ കൈകൊണ്ട് ടച്ച് ചെയ്ത് സ്ക്രോൾ ചെയ്യുന്നതല്ല. അത് പോയിട്ട് നമുക്ക് സ്റ്റാറ്റസും കാര്യങ്ങളും എല്ലാം ഡ്രാഗ് ചെയ്ത് ഇതുപോലെ പോകാനും ഇത് ഞാൻ കൈകൊണ്ട് ടച്ച് ചെയ്തല്ല ചെയ്യുന്നത് കേട്ടോ. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഇതെങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിൽ ചെയ്തു വെക്കാം എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾക്കിത് ഉപകാരമാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ചില സമയത്ത് നമുക്ക് ഗൂഗിളിൽ നിന്നോ മറ്റോ എന്തെങ്കിലും എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോണിൽ കൈതൊടാതെ നമുക്കിതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രോൾ ആക്കി വെച്ചതിന് ശേഷം നമുക്കത് എഴുതിയെടുക്കാൻ സാധിക്കും. അങ്ങനെ പല പല ഉപകാരങ്ങളും ഇതുകൊണ്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്കിന് എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നെയും ചിലപ്പോൾ കൂട്ടുകാർക്ക് ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്കതൊരു ഉപകാരമായി മാറും. ഈ വീഡിയോ ഇഷ്ടമായാലും ഈ വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കിടന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിലേക്ക് പോകാം. അതിനായി നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ആദ്യം ഓപ്പൺ ചെയ്യുക. സെർച്ച് ബാറിൽ ഓട്ടോമാറ്റിക് സ്ക്രോൾ എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത സമയത്ത് തന്നെ ഇവിടെ താഴെ വന്നു. ഞാനതൊന്ന് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമുക്കിവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് പരസ്യം വരെ നമ്മളത് ഒരു സമയം വരെ നമ്മൾ പരസ്യം കണ്ടേ ഇത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക, വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക, വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഫിനിഷ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു പെർമിഷൻ, നോട്ടിഫിക്കേഷൻ പെർമിഷൻ ആണ്. വേണമെങ്കിൽ നിങ്ങൾ അലോ ചെയ്താൽ മതി. ഞാനത് അലോ ചെയ്യുന്നില്ല. അതിനുശേഷം നമുക്കിവിടെ ഓട്ടോമാറ്റിക് സ്ക്രോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ അലോ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് നമ്മുടെ ഫോണിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആപ്ലിക്കേഷൻ നെയിം ഇവിടെ കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റിവേഴ്സ് വരിക. ഇവിടെ നമ്മൾ വീണ്ടും ഒരു പെർമിഷൻ, അക്സസിബിലിറ്റിയുടെ ഒരു പെർമിഷൻ ചോദിക്കും. നമ്മൾ അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ സെറ്റിംഗ്സിൽ തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്കാണ് അത് പോകുന്നത്. അത് നേരെ ഡൗൺലോഡ് ആപ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഓട്ടോമാറ്റിക് സ്ക്രോൾ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ രണ്ട് സെറ്റിംഗ്സ് കാണാം. നമ്മൾ ഇതുപോലെ അലോ ചെയ്ത് കൊടുക്കുക, ഇതുപോലെ ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരെ റിവേഴ്സ് വരിക. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഡിസ്പ്ലേയിൽ അതിന്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. നമുക്കത് ഉപയോഗിക്കാൻ കണക്കിനുള്ള ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ഇത് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ ന്യൂസ് ഫീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് താഴേക്കാണ് സ്ക്രോൾ ചെയ്ത് പോകേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ ഇപ്പോൾ ആരോ മാർക്കിട്ടിരിക്കുന്ന അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ കൈ തൊടാതെ തന്നെ നമുക്കിത്, നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കൈ തൊടുന്നത് അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ കൈ തൊടുന്നില്ല. ഇത് നേരെ ഉയരോട്ട് പോകുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്കിവിടെ രണ്ട് സൈഡിലുള്ള ആരോ മാർക്കുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ അതിന് മാർക്ക് ചെയ്തിരിക്കാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നേരെ സമാന്തരമാവും. ആ സമയത്ത് നമുക്ക് സ്റ്റാറ്റസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഡ്രാഗ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ സ്റ്റാറ്റസ് അങ്ങോട്ട് പോകുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് വളരെ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഡിഫാൾട്ട് ആയിട്ടുള്ള സ്പീഡാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നമുക്കിതിൽ സെറ്റിംഗ്സിൽ കയറിയതിനു ശേഷം നമ്മളിത് സ്പീഡ് കൂട്ടിയതിനു ശേഷം ഇത് ഞാൻ നോക്കുകയാണ്. കണ്ടോ, ഇത് കറക്റ്റ് ആയിട്ട് ആ സ്റ്റാറ്റസുകൾ എങ്ങനെ മാറി ഇങ്ങനെ പോകുന്നതാണ്. ഇനിയും നമുക്ക് സ്പീഡ് കൂട്ടാനുള്ള സ്കെയിലുണ്ട് കേട്ടോ. ന്യൂസ് ഫീഡ്സ് ആയിരുന്നാലും സ്പീഡ് കൂട്ടിയതിനു ശേഷം ഞാൻ വീണ്ടും കാണിച്ചു തരാം. കണ്ടോ, നമുക്ക് കറക്റ്റ് ആയിട്ട് വായിക്കാൻ കണക്കിന് ഉള്ള, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇങ്ങനെ പോകും. നമ്മൾ ഫോണിൽ കൈ തൊടേണ്ട ആവശ്യമേ ഇല്ല. ഇനി എന്തെങ്കിലും നമുക്ക്
മെയിലോ വല്ലോ ഒക്കെ വായിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വായിക്കാം. നമ്മൾ സ്പീഡ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ ഐക്കൺ വലുതാക്കാനും ചെറുതാക്കാനുമുള്ള ഓപ്ഷനും നമുക്കിത് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഓപ്ഷനും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇത് സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ ആപ്ലിക്കേഷനിൽ കയറിയതിനു ശേഷം ഇവിടെ നമുക്ക് മൂന്നാമതായിട്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഡിസ്പ്ലേയിലുള്ള ഐക്കന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള ബഡ്ജറ്റ് വ്യൂ സൈസ് ആണ് കേട്ടോ. ബഡ്ജറ്റിൽ കൊടുത്തിരിക്കുന്ന അതിന്റെ വ്യൂ സൈസുകൾ കൂട്ടാനും കുറയ്ക്കാനുമുള്ള കാര്യങ്ങളാണ്. ഇവിടെ സ്മാർട്ട്, മീഡിയം, ലാർജ്, എക്സ്ട്രാ ലാർജ് ഇങ്ങനെ 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആക്കി വെക്കുക. എക്സ്ട്രാ ലാർജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും വലുതായിരിക്കും. ലാർജ് ആണെങ്കിൽ ഈ സൈസ് ആയിരിക്കും. അങ്ങനെ നമുക്ക് മീഡിയം ഏത് രീതിയിലാണെങ്കിലും വെക്കാവുന്നതാണ്. അതിനുശേഷം സ്ക്രോളിംഗ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ടാപ്പ് ചെയ്തതിനു ശേഷം നമുക്കിവിടെ ഒരു സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്കെയിൽ കാണാൻ സാധിക്കും. അത് നമ്മളിപ്പോൾ 4ലോ 5ലോ കൊണ്ടുവയ്ക്കുക. നിങ്ങൾ ആവശ്യത്തിനുള്ള സ്പീഡിൽ നിങ്ങൾ അത് ആക്കി കൊടുക്കുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത് സ്പീഡ് കൂട്ടാം കേട്ടോ. ഇത് നിങ്ങൾ ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക. അതിൽ മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.